അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് ഒരു റമളാൻ കൂടി നമുക്ക് ലഭ്യമായി. റമളാനിലെ ഏറ്റവും ആനന്ദകരവും ഏറ്റവും പ്രതിഫലാർഹവുമായ കർമ്മമാണ് വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് ആത്മീയമായും ശാരീരികമായും നമുക്ക് വലിയ നവോന്മേഷം നൽകുന്ന ഒരു പ്രവൃത്തി കൂടിയാണല്ലോ നോമ്പ് അനുഷ്ഠിക്കുക എന്നത്. അല്ലാഹു തആല വലിയ പ്രത്യേകതകളാണ് നോമ്പ് നോൽക്കുന്നവർക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വിശദമായി അതിനെക്കുറിച്ച് പറയുന്നില്ല. പ്രധാനപ്പെട്ട ഒരു ഹദീസ് നിങ്ങളുടെ പരിചയത്തിലേക്ക് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിസ്വാഇമി ഫർഹത്താനി, നോമ്പനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ട് സന്തോഷങ്ങളുണ്ട്. അഥവാ യഥാർത്ഥ നോമ്പുകാരനാണെങ്കിൽ അയാൾക്ക് ഈ രണ്ട് സന്തോഷങ്ങൾ അനുഭവിക്കാൻ കഴിയും എന്നതാണ്. നമ്മുടെ നോമ്പ് യഥാർത്ഥ നോമ്പിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നിർബന്ധപൂർവം നടത്തേണ്ടത്. നോമ്പ് എന്നത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, അഥവാ നമ്മുടെ വയറിന് മാത്രമല്ല, ഭക്ഷണമോ പാനീയമോ ഉപേക്ഷിക്കൽ മാത്രമല്ല, നമ്മുടെ നാവിനെ, നമ്മുടെ കണ്ണിനെ, നമ്മുടെ കാതിനെ, നമ്മുടെ കയ്യിനെ, നമ്മുടെ കാലിനെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ മനസ്സിനെ എല്ലാം തെറ്റിൽ നിന്ന് മാറ്റി നിർത്തലാണ് നോമ്പ് എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നോമ്പ് നോൽക്കുന്ന ഒരാൾക്ക് രണ്ട് സന്തോഷങ്ങളുണ്ട് എന്നാണ്. തങ്ങൾ തുടരുന്നു, ഫർഹത്തുൻ ഇൻദ ഫിത്വരിഹി, അതിലൊന്നാമത്തെ സന്തോഷം അയാൾ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷമാണ്. നോമ്പ് തുറയുടെ സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ആഹ്ലാദമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. സുബഹി മുതൽ വൈകുന്നേരം വരെ നീണ്ട 12 മണിക്കൂർ സമയം നമ്മളിങ്ങനെ നോമ്പനുഷ്ഠിച്ച് അല്ലാഹു തആല ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത് എന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതൊക്കെ ഉപേക്ഷിച്ച് ക്ഷീണിതരായി വിശന്ന് മഗ്‌രിബ് വാങ്ങി കൊടുക്കുന്ന സമയത്ത്, സമയമാകുന്ന സമയത്ത് ഈത്തപ്പഴം കൊണ്ടോ വെള്ളം കൊണ്ടോ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കിട്ടുന്ന ആഹ്ലാദം, അത് നോമ്പ് നോൽക്കുന്ന ആൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ആ ഒരു സന്തോഷം എല്ലാ നോമ്പുകാർക്കും ലഭിക്കുന്നു എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സന്തോഷം നമ്മളെല്ലാവരും അനുഭവിക്കുന്നവരാണ്. അള്ളാഹു അത് ഇനിയും ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് അവസരങ്ങൾ നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു സന്തോഷമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയട്ടെ, ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിലുള്ള സന്തോഷമാണ്. നോമ്പിൻ്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്ന് അല്ലാഹു പറയുന്ന മറ്റൊരു ഹദീസുണ്ട്. നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണെന്ന്. ആ പ്രതിഫലം വാങ്ങാൻ വേണ്ടി അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ വിശ്വാസിക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ്. നമുക്ക് എല്ലാം നൽകിയ അല്ലാഹു നമുക്ക് ജന്മം നൽകി, നമുക്ക് സൗകര്യങ്ങൾ നൽകി, നമുക്ക് ആരോഗ്യം നൽകി, സമ്പത്ത് നൽകി, ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു നോമ്പ് നോൽക്കാൻ നമുക്ക് അവസരം നൽകി. ഈ ഒരു വിശുദ്ധമായ റമളാനിൽ ഈ സെക്കൻഡിലും നമുക്ക് ജീവൻ നൽകി നമ്മളെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്ന അല്ലാഹു, ആ അല്ലാഹുവിനെ കാണുമ്പോൾ വിശ്വാസികൾക്കൊരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു സന്തോഷമുണ്ടാകും. ആ സന്തോഷം യഥാർത്ഥ നോമ്പുകാർക്ക് അനുഭവിക്കാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രണ്ട് സന്തോഷങ്ങളിൽ ഒന്നാമത്തേത് എല്ലാ നോമ്പുകാർക്കും അനുഭവിക്കാൻ കഴിയുന്നതാണെങ്കിൽ
രണ്ടാമത്തെ സന്തോഷം യഥാർത്ഥ നോമ്പുകാർക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു നമ്മുടെ നോമ്പ് യഥാർത്ഥ രൂപത്തിലുള്ള നോമ്പാക്കി തരട്ടെ, ആമീൻ. അതിന് നമ്മുടെ വയറിന് നമ്മൾ നോമ്പ് കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ നാവിന് കൂടെ നോമ്പ് കൊടുക്കണം, നമ്മുടെ ചെവിക്ക് കൂടെ നോമ്പ് കൊടുക്കണം, നമ്മുടെ കയ്യിനും കാലിനും നോമ്പ് കൊടുക്കണം. അഥവാ നോമ്പ് നോറ്റ് നമ്മൾ ഒരാളെ കുറ്റം പറയുന്ന സാഹചര്യം ഉണ്ടാകരുത്, ഒരാളെ പരദൂഷണം പറയരുത്, ഒരാളെ ചീത്ത പറയരുത്, കൈകൊണ്ടൊരാളെ ആക്രമിക്കരുത്, കൈകൊണ്ടൊരാളുടെ ഹറാമായ കാര്യം, ഹറാമായ സമ്പാദ്യമോ മറ്റോ നമ്മൾ തുടരുത്, സ്വീകരിക്കരുത്. ഇങ്ങനെ തുടങ്ങി ഇസ്ലാം വിലക്കിയ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക, നന്മകൾ പരമാവധി ചെയ്യുക. ഇങ്ങനെ നമ്മുടെ മുഴുവൻ അവയവങ്ങളെ കൊണ്ട് നമുക്ക് നോമ്പ് നോൽക്കണം. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് നോമ്പ് നോൽക്കണം. മനസ്സിൽ ചീത്ത ചിന്തകളൊക്കെ ഒഴിവാക്കി നല്ല ആലോചനകളിലൂടെ, നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, നല്ല നന്മകൾ എനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചുകൊണ്ട്, നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്ലാനിങ്ങുകളിലൂടെ മനസ്സിനെ നമുക്ക് നോമ്പ് നോൽപ്പിക്കണം. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത്, സ്വലാത്തുകൾ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി നമ്മുടെ നാവിനെ നമുക്ക് നോമ്പ് നോൽപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥ നോമ്പുകാർക്ക് അല്ലാഹു തആല നൽകുന്ന ആഹ്ലാദങ്ങളെല്ലാം, സന്തോഷങ്ങളെല്ലാം, പ്രതിഫലങ്ങളെല്ലാം നമുക്കും അല്ലാഹു തആല നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.